നമസ്തേ ബച്ചോം, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് കവിത മേരി ദുനിയാ കെ തമാം ബച്ചെ. ഈ യൂണിറ്റിൽ 2 ചാപ്റ്ററാണ് വരുന്നത്. ഫസ്റ്റ് കവിതയും സെക്കൻഡ് കഹാനി, വൈറ്റ് ക്യാപ്പ് എന്ന പേരുള്ള ഒരു കഹാനിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 29 വരുന്ന കവിത നോക്കാം. മേരി ദുനിയാ കെ തമാം ബച്ചെ. അദ്നാൻ കഫീൽ ദർവേഷാണ് അതിൻ്റെ കവി. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു സമകാലീൻ കവിതയാണ് മേരി ദുനിയാ കെ തമാം ബച്ചെ. മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന് പറഞ്ഞാൽ എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും. തമാം എന്ന് പറഞ്ഞാൽ മുഴുവൻ, സാര, എല്ലാ കുട്ടികളും എന്നാണ് മീനിങ് വരുന്നത്. കവി ക നാം ഹെ अदनान कफील दरवेश. कविता या पाठ का नाम है मेरी दुनिया के तमाम बच्चे. അപ്പോൾ ഇത് കിസ് വിധ കി രചന ഹെ എന്ന് ചോദിച്ചാൽ കവിതയാണ്, മാറിപ്പോവരുത്. കവിതയായതുകൊണ്ട് ആദ്യം ഈണത്തിലൊന്ന് ചൊല്ലിത്തരാം, ശേഷം ഓരോ വരിയും പാരഗ്രാഫ് വൈസായിട്ട് അതിൻ്റെ മീനിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर. वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे. वो कुत्तों से बतियाएंगे और बकरियों से और हरे टिड्डों से और चींटियों से भी. वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में. और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. देखना वो तुम्हारी टैंगों में बालू भर देंगे एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. वो सड़कों पर गड्ढे गो देंगे और पानी भर देंगे और पानियों में चपाचप लौटेंगे. वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे. वो सहसा चीखेंगे और कहेंगे, देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. वो हवा और धूप को अपने गालों के गिर्द महसूस करना चाहेंगे और तुम उस दिन उन्हें नहीं रोक पाओगे. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. उन्हें गिलहरियाँ काफ़ी पसंद है. वो उनके साथ ही बड़ा होना चाहेंगे. तुम देखोगे जब वो हर चीज़ उलट पुलट देंगे उसे और सुंदर बनाने के लिए. एक दिन मेरी दुनिया के तमाम बच्चे चींटियों, कीटों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज़ को खिलौना बना देंगे. ഇത്രയാണ് കവിത. നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാക്കാം. മീനിങ് നോക്കാം. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर. वो जमा होंगे എന്ന് പറഞ്ഞാൽ അവർ ഒത്തുകൂടും. ജമ എന്ന് പറഞ്ഞാൽ ഒത്തുചേരുക, ഒരുമിച്ച് കൂടുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഏകത്ര ഹോന എന്നാണ് വരുന്നത്. അവർ ഒരു ദിവസം ഒരുമിച്ച് അല്ലെങ്കിൽ ഒത്തുകൂടി കളിക്കും. ഖേലെങ്കെ കളിക്കും. വോ സാഫ് സുഥരി ദീവാരോം പർ, വൃത്തിയുള്ള ചുമരുകളിൽ. സാഫ് സുഥരി എന്ന് പറഞ്ഞാൽ സ്വച്ഛ്. പെൻസിൽ കി നോക്ക് റക്കിടേങ്കെ, പെൻസിലിൻ്റെ നോക്ക് എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം, റക്കിടേങ്കെ എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുക. അപ്പോൾ വൃത്തിയുള്ള ചുമരുകളിൽ അവരെന്താണ്, പെൻസിൽ കൊണ്ട് വരയ്ക്കും. വോ കുത്തോ സെ ബത്തിയായെങ്കെ, കുത്തോ എന്ന് പറഞ്ഞാൽ നായ്ക്കൾ,
ബത്തിയായെങ്കി എന്ന് പറഞ്ഞാൽ ബാത്ത് കർന, സംസാരിക്കും. അവർ നായ്ക്കളോട് സംസാരിക്കും. ഓർ ബക്കരിയോസെ, ആടുകളോടും. ഓർ ഹരേ ടിഡോസെ, ഹരേ ടിഡോ എന്ന് പറഞ്ഞാൽ പച്ച പുൽച്ചാടി, പുൽച്ചാടി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പുൽച്ചാടിയോടും നായ്ക്കളോടും ആടുകളോടും ഒക്കെ അവർ സംസാരിക്കും. ഓർ ചീംടിയോസെ ഭി, പിന്നെ ആരോടും കൂടിയാണ് അവർ സംസാരിക്കുന്നത്? ഉറുമ്പുകളോട്. അപ്പോൾ അവർ ഒരു ദിവസം ഒരുമിച്ച് ഒത്തുകൂടി എന്ത് ചെയ്യും? കളിക്കും. പെൻസിൽ ഉപയോഗിച്ച് വൃത്തിയുള്ള ചുമരുകളിലൊക്കെ അവർ വരയ്ക്കും. മാത്രമല്ല കുത്തോംസെ, നായ്ക്കളോടും, ബക്കരിയോസെ, ആടുകളോടും, ടിഡോസെ, പുൽച്ചാടികളോടും, ചീംടിയോംസെ, ഉറുമ്പുകളോടും എന്താണ്? അവർ സംസാരിക്കും. വോ ധോഡേങ്കി ബത്ഹാഷ, എന്താണ്? അവർ ഓടിത്തിമിർക്കുക. ബത്ഹാഷ എന്ന് പറഞ്ഞാൽ ഓടിത്തിമിർത്ത് എന്താണ്? കളിക്കുക. ഹവ ഓർ ധൂപ് കി മുസൽസല് നിഗ്രാണിമേ, സൂര്യൻ്റെയും നിരന്തരമായ മേൽനോട്ടത്തിൽ. അപ്പം എന്താണ്? ഹവ ഒരു ധൂപ്പിക്ക് മുസൽസല് നിഗ്രാണിമേ, കാറ്റിൻ്റെയും വെയിലിൻ്റെയും. കാറ്റ് എന്ന് പറയുമ്പോൾ ഹവ, ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് നമുക്ക് വെയിൽ കിട്ടുന്നത്. അപ്പോൾ സൂര്യൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ എന്താണ്? നിരീക്ഷണത്തിൽ, അവരുടെ ഒരു മേൽനോട്ടത്തിൽ എന്താണ്? ഓർ ധരത്തി, ഭൂമിയുടെയും, ധീരെ ധീരെ, പതുക്കെ പതുക്കെ, ഓർ ഫൈൽത്തി ചലി ജായേഗി ഉൻകെ പേരോം കെ പാസ്, അവർ ഓടുകയും ഈ ഭൂമിയിലൂടെയൊക്കെ എന്താണ്? ഈ ഭൂമി പതുക്കെ അവരുടെ കാലുകൾക്ക് ചുറ്റും വ്യാപിക്കും. അപ്പോൾ അവർ ഓടിക്കളിക്കുന്നു അല്ലേ? കാറ്റുണ്ടാ സമയത്ത്, അതുപോലെ തന്നെ സൂര്യൻ്റെ വെയിൽ. അപ്പോൾ സൂര്യൻ്റെ നിരീക്ഷണത്തിൽ അവരെന്താണ്? ഫൈൽത്തി ചലി ജായേഗി, അവർ ഓടിക്കളിക്കുന്നു. ഉൻകെ പൈറോം കെ പാസ്, അപ്പോൾ അവരുടെ കാലിന് ചുറ്റും എന്താണ്? കാലിൻ്റെ അടുത്തും കാലിന് ചുറ്റുമൊക്കെ എന്താണ്? ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലേ? ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അടുത്ത പേജ് നമ്പർ 30. ധേക്കന, നോക്കൂ. വോ തുമാരി ടാങ്കോ മേ ബാലു ബർദേങ്കി ഏക് ദിൻ, പിന്നീട് അവരെന്താണ് ചെയ്യുന്നത്? അവർ നിങ്ങളുടെ ടാങ്കുകളിലൊക്കെ എന്തു ചെയ്യും? ബാലു ബർദേങ്കി എന്ന് പറഞ്ഞാൽ, ബാലു എന്ന് പറഞ്ഞാൽ രേത്ത്, മണൽ. ബർദേങ്കി, അവരൊരു ദിവസം നിങ്ങളുടെ ടാങ്കുകളിൽ മണൽ നിറയ്ക്കും. ബർദേങ്കി എന്ന് പറഞ്ഞാൽ നിറക്കുക. ഓർ തുമാരി ബന്ദൂക്കോങ്കോ, പിന്നീട് എന്താണ് ചെയ്യുക? നിങ്ങളുടെ തോക്കുകളിൽ മിട്ടീമേ ഗഹര ദബാദേങ്കി, ആ മണ്ണിൽ അല്ലെങ്കിൽ ചെളിയിൽ ആഴത്തിൽ എന്ത് ചെയ്യും? അവരത് കുഴിച്ചിടും. ഗഹര എന്ന് പറഞ്ഞാൽ ആഴം, ദബാദേങ്കി എന്ന് പറഞ്ഞാൽ കുഴിച്ചിടുക. പിന്നീട് എന്താ ചെയ്യുന്നത്? വോ സടുക്കോം പർ ഗഡ്ഡേ ഗോദേങ്കി, പിന്നീട് അവർ റോഡുകളൊക്കെ എന്താണ്? കുഴിക്കും. റോഡുകളിലൊക്കെ കുഴികൾ കുഴിച്ച് എന്ത് ചെയ്യും? ഓർ പാനി ബർദേങ്കി, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ബർദേങ്കി എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഓർ പാനിയോമേ ചപ്പാച്ചപ്പ് ലോട്ടേങ്കി, പിന്നീട് എന്താണ് അവർ ചെയ്യുക? പാനികൾ എന്താണ്? പാനിയൊക്കെ നിറച്ചിട്ട് ചപ്പാച്ചപ്പ് എന്ന് പറഞ്ഞാൽ പാനി പർ ഹാത്ത് മാർനേക്ക് ആവാസ്, ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ അടിച്ച് കളിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെയാണ് ചപ്പാച്ചപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ആ വെള്ളത്തിലൊക്കെ അടിച്ച് കളിച്ച് ലോട്ടെങ്കി എന്ന് പറഞ്ഞാൽ ഉരുളുക. ആ വെള്ളത്തിലൊക്കെ അങ്ങനെ അടിച്ച് കളിച്ച് അവർ എന്ത് ചെയ്യും? ഉരുളും അല്ലേ? പിന്നീട് എന്താണ് അവർ ചെയ്യുന്നത്? വോ പ്യാർ കരേങ്കി ഏക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുമിനെ ഉനേ നഫ്രത്ത് കർനാ സിക്കായാ ഹെ, എന്താണ്? ഒരു ദിവസം നീ എന്താണ്? അവരെ വെറുക്കാൻ പഠിപ്പിച്ചവരെയൊക്കെ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. വോ പ്യാർ കരേങ്കി, വെറുക്കാൻ പറഞ്ഞവരെ, ഏക് ദിൻ ഒരു ദിവസം, ഉൻ സബ്സെ എന്താണ്? ജിൻസെ തുമേ ഉനേ നഫ്രത്ത് കർന, വെറുപ്പ്, അതായത് വെറുക്കാൻ പറഞ്ഞവരെ, സിഖായ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. അപ്പോൾ എന്താണ്? ഒരു ദിവസം വെറുക്കാൻ പറഞ്ഞവരെയൊക്കെ അവരെന്ത് ചെയ്യും? സ്നേഹിക്കും. വോ തുമാരി ദിവാരോമേ, പിന്നീട് എന്താണ്? പിന്നെന്താ ചെയ്യുക? പിന്നീട് ദീവാരം എന്ന് പറഞ്ഞാൽ മതിലുകളിൽ, ഛേദ് കരുതേങ്കി, സുഷിരമുണ്ടാക്കും, ഹോളുണ്ടാക്കും. ഛേദ് കരുതേങ്കി ഏക് ദിൻ, ഒരു ദിവസം എന്താണ്? അവർ നിങ്ങളുടെ ചുമരുകളിൽ സുഷിരമുണ്ടാക്കും. ഓർ ആര് പാര് ദേക്കിനേക്ക് കോശിഷ് കരേങ്കി, അവർ ചുറ്റുപാടും ഒക്കെ എന്താണ്? നോക്കും.
വോ സഹസ ചീക്കേങ്കെ, സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ചീക്കേങ്കെ എന്ന് പറഞ്ഞാൽ അവർ അലറുക, നിലവിളിക്കുക. ഓർ കഹേങ്കെ, പിന്നീട് അവർ പറയും, ദേക്കോ നോക്കൂ, ഉസ് പാർ ഭി മോസം തോ ഹമാരെ ഹാം ജയ്സേ ഹി, നോക്കൂ എന്താണ്, മറുവശത്തെ കാലാവസ്ഥ പോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അവരെന്താണ് ആ ഒരു ആ ഒരു മതിലിൽ അവർ സുഷിരം ഹോളുണ്ടാക്കിയിട്ട് അതിലൂടെ നോക്കിയിട്ട് പറയും, അവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെയാണ് ഇവിടെയും എന്നവർ അലറി വിളിക്കും. അടുത്ത പാരഗ്രാഫ് നോക്കാം. വോ ഹവ ഓർ ധൂപ് കോ അപ്നെ ഗാലോം കെ ഗിർദ് മെഹസൂസ് കർന ചാഹേങ്കെ, പിന്നീട് എന്താണ്, വോ ഹവ ഒരു ധൂപ്പ്, ആ കാറ്റും ആ വെയിലും ഒക്കെ, അപ്പിനെ ഗാലോം അവരുടെ, ഗാലോം എന്ന് പറഞ്ഞാൽ കവിള്, കെ ഗിർദ്, ഗിർദ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും. അപ്പം എന്താണ്, ആ വെയിലും ആ കാറ്റൊക്കെ എന്താണ് അവരുടെ കവിളുകൾക്ക് ചുറ്റും, ആ കാറ്റും സൂര്യപ്രകാശവും ഒക്കെ എന്താണ്, മെഹസൂസ് കർന ചാഹേങ്കെ, മെഹസൂസ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക, അനുഭവിക്കാൻ എന്താണ്, ചാഹേങ്കെ അവർ ആഗ്രഹിക്കും. ഓർ തും ഉസ് ദിൻ ഉനെ നഹി റോക്ക് പാओगे, ആ ഒരു ദിവസം, പിന്നീട് ഒരു ദിവസം എന്താണ്, നിങ്ങൾക്ക് അവരെ ഒരിക്കലും തടയാൻ കഴിയില്ല. അടുത്തത് നോക്കാം. ഏക് ദിൻ തുമാരെ മെഹഫൂജ് ഗരോ സേ ബച്ചെ ബാഹർ നിക്കലായെങ്കെ, എന്താണ്, ഒരു ദിവസം നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുട്ടികൾ സുരക്ഷിതമായ വീടുകളിൽ നിന്ന് പുറത്തു വരും. അതായത് മെഹഫൂജ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതാണ്, സേഫ്റ്റി, സുരക്ഷമായ. ഗ്രോസെ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന്, ബച്ചേ ബാഹർ നിക്കലായെങ്കി കുട്ടികൾ പുറത്തോട്ട് വരും. ഓർ പേടോം പേ ഗോൻസലെ ബനായെങ്കി, അവരെന്താണ് മരങ്ങളിൽ കൂടുകൾ പണിയും. പേടോം എന്ന് പറഞ്ഞാൽ മരങ്ങൾ, ഗോൺസല എന്ന് പറഞ്ഞാൽ നെസ്റ്റാണ്, പക്ഷിക്കൂട്. അപ്പോൾ എന്താണ്, പക്ഷിക്കൂടുകളൊക്കെ അവരുണ്ടാക്കും. ഉനെ ഗില്ലരിയാം കാഫി പസന്ത് ഹി, അവർക്ക് എന്താണ്, അണ്ണാൻ കുട്ടികൾ അല്ലേ, അണ്ണാനാണ്. ഗിൽഹരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ണാൻ. കാഫി പസന്ത് ഹി, അവർക്കൊക്കെ എന്താണ്, അണ്ണാന്മാരെ സ്നേഹിക്കാൻ കഴിയും. വോ ഇൻകെ സാത്ത് ഹി ബഡാ ഹോനാ ചാഹേഗ, അപ്പം എന്താണ്, ആരുടെ കൂടെയാണ് വളരാൻ ആഗ്രഹിക്കുന്നത്, അവരോടൊപ്പം, അണ്ണാൻ കുഞ്ഞുങ്ങളോടൊപ്പം അവരെന്താണ് വളരാൻ, ബഡാ ഹോന വളരാൻ ആഗ്രഹിക്കുന്നു. ഉൻകെ സാത്ത് ഹി ബഡാ ഹോന ചാഹേഗ, അവരുടെ കൂടെ എന്താണ് വളരാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ആഗ്രഹിക്കുന്നത്, കുട്ടികൾ അല്ലേ. അടുത്തത് നമുക്ക് നോക്കാം. തും ദേക്കോगे, ഇനി എന്താണ്, നിങ്ങൾ കാണും. എന്ത്, ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേങ്കെ, അവർ എല്ലാ കാര്യങ്ങളും മനോഹരമാക്കാൻ വേണ്ടി എല്ലാം തലകീഴായി മാറ്റുക. പരിവർത്തൻ കർണ, ഉലട്ട് പലട്ട് എന്ന് പറഞ്ഞാൽ പരിവർത്തൻ കർണ. ഉസേ ഒരു സുന്ദർ ബനാനെ കേലി, എല്ലാ കാര്യങ്ങളും സുന്ദരമാക്കാൻ വേണ്ടി അവരെന്താണ് എല്ലാ കാര്യങ്ങളും തലകീഴായി മറിക്കും, അല്ലെങ്കിൽ അത് മാറ്റും. ഏക് ദിൻ മേരി ദുനിയാക്കി തമാമ് ബച്ചെ, ഒരു ദിവസം എൻ്റെ ലോകത്തിലെ കുട്ടികൾ, ചീംട്ടിയോം ഉറുമ്പുകളെയും, കീടവും പ്രാണികളും, നദിയും പുഴകൾ, പഹാഡോം പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, ഓർ തമാം വനസ്പതിയും, എല്ലാ, തമാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാര മുഴുവൻ, വനസ്പതിയോം എന്ന് പറഞ്ഞാൽ പേട് പൗതേ മരങ്ങളും ചെടികളും, വൃക്ഷങ്ങളെയും ചെടികളെയും അവരുടെ കൂടെ, വനസ്പതിയോം കെ സാത്ത് പേട് പൗതോം കെ സാത്ത് മിൽക്കർ ധാവാ ബോലേഗെ, അവരെന്ത് ചെയ്യും, എല്ലാ സസ്യങ്ങളെയും എല്ലാ ചെടികളെയും അവരെന്താണ് ആക്രമിക്കുക, അല്ലെങ്കിൽ അവരതിനെ ആക്രമിക്കുമ്പോൾ, അവരതിനെ ചേർന്നിട്ട് എന്താണ് ആക്രമിക്കുമ്പോൾ, ഓർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേങ്കെ, നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം, ഹർ ചീസ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും, ഖിലൗന എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ, ഖിലൗന എന്ന് പറഞ്ഞാൽ ടോയ്സ്, കളിപ്പാട്ടങ്ങളാക്കി മാറ്റും. ലാസ്റ്റത്തെ 2-3 വരികളുടെ മീനിങ് ഒന്നുകൂടി പറയാം. അതായത് ഈ ഉറുമ്പുകളും പ്രാണികൾ, നദികൾ, പഹാഡ് പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, അപ്പോൾ എല്ലാ പേട് പൗതെ സാരെ പേട് പൗത് ഇതിനെയൊക്കെ അവരെന്താണ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യും. അതായത് ഇതിനെല്ലാവരും കൂടി, വനസ്പതിയോം കെ സാത്ത് എല്ലാത്തിൻ്റെയും കൂടെ എല്ലാത്തിനെയും അവർ നശിപ്പിക്കും. ഓർ തുമാരി ബനായി ഹർ ചീസ് കോ ഖിലൗന ബനാ ദേങ്കി,
നിങ്ങളുണ്ടാക്കിയ വസ്തുക്കളെയൊക്കെ അവർ ഒരു കളിപ്പാട്ടമാക്കി മാറ്റും. കളിപ്പാട്ടം പോലെയാക്കി മാറ്റിയിട്ട് അവരുടേതായ ഒരു ലോകം അവർ സൃഷ്ടിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളിലൂടെ ഒരു വലിയൊരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ഒരു രീതിയിലാണ് കവി ഇവിടെ അദ്നാൻ കഫീൽ ദർവേഷ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിതയിലൂടെ ഇന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറയെ വാർത്തെടുക്കാനും അതുപോലെ പുതിയൊരു ജീവിതവും ഒരുപാട് കാര്യങ്ങളും ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പവറുള്ള കൂട്ടരാണ് ആര്? കുട്ടികളല്ലേ. അപ്പം ആ ഒരു രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ധന്യവാദ്.